പ്രഭാഷകൻ 37 അധ്യായം. യഥാർത്ഥ സ്നേഹിതൻ. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്തു വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിനു വേണ്ടിയാണ്, എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവനുവേണ്ടി പരിചയായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്, നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക, ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്നു വരാം, സ്വാർത്ഥലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്നു പറഞ്ഞിട്ട് നിനക്കെന്തു സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്, അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്ദിയെപ്പറ്റിയോ, ഭീരുവിനോട് യുദ്ധത്തെപ്പറ്റിയോ, വ്യാപാരിയോട് വിലയെപ്പറ്റിയോ, വാങ്ങുന്നവനോട് വിൽപ്പനയെപ്പറ്റിയോ, വിദ്വേഷിയോട് നന്ദിയെപ്പറ്റിയോ, ക്രൂരനോട് കരുണയെപ്പറ്റിയോ, അലസനോട് അധ്വാനത്തെപ്പറ്റിയോ, ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെപ്പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടിനിൽക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിനു മുകളിലിരുന്നു നിരീക്ഷിക്കുന്ന 7 പേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. യഥാർത്ഥ ജ്ഞാനി. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിനു 4 ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്താവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്, സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം, പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും, അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും, കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്നു വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്, ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും, അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഹാനികരമായതു ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം അരുത്, ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു, അമിതഭോജനം ധനക്ഷയമുണ്ടാക്കുന്നു. അമിതഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്, അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും.